നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ ക്യാൻറ്റീനിൽ നിന്നും എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിയിട്ട് വരാം. ഞാൻ വിളിച്ചോളാം. ഇത്രയും സ്ട്രെയിൻ ചെയ്ത് പഠിക്കേണ്ട കാര്യമുണ്ടോ മോളെ? ആരോഗ്യമില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം? എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ബോധം കെട്ട് വീഴുന്ന പോലെ അഭിനയിച്ചതാ. എന്തിന്? നിന്നെ രക്ഷിക്കാൻ വേണ്ടി. ഗിരീട്ടിന്റെ അടുത്ത് നീ നമ്മുടെ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഏട്ടൻ നിന്നെ അടിച്ചു പുറത്താക്കിയേനെ. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ എനിക്കൊരു ജോലി ആയതിനു ശേഷം മതി ഏട്ടനോട് സംസാരിക്കുന്നതെന്ന്. പിന്നെ എന്തിനാ പെട്ടെന്ന് ധൃതി കൂട്ടിയേ? അത് പിന്നെ അമ്മ പറഞ്ഞപ്പോ. നിന്റെ അമ്മയാണോ നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത്? മുകുന്ദ, ഇത് നിന്റെ മാത്രം ജീവിതത്തിന്റെ കാര്യമല്ല, എന്റെയും ജീവിതമാ. ഈ കാര്യത്തില് നീ എന്റെ തീരുമാനത്തെ ഒന്ന് ബഹുമാനിക്ക്. സമയമാവുമ്പോ ഞാൻ പറയാം. അപ്പൊ നീ നിന്റെ അമ്മയും കൂട്ടി വീട്ടിലേക്ക് വന്നാ മതി. ഏട്ട് സമ്മതിച്ചില്ലെങ്കിലും ഞാൻ നിന്റെ കൂടെ ഇറങ്ങി വരാം. കുറച്ച് ക്ഷമ കാണിക്ക്. ശരി, സോറി, നീ പറഞ്ഞ കേക്കാത്തതിന്. സാരമില്ല, ഇനി നീ പോവാൻ നോക്ക്. കൂടുതൽ നേരം ഇവിടെ നിന്നാ മഞ്ജുനും ഏട്ടന് എന്തെങ്കിലും സംശയം തോന്നും. ശരി. ശല്യം, ഇവയെല്ലാം കുളമാക്കിയന്. മൂന്ന പോവാണോ? അതെ, നിങ്ങളെ കൂടെ ഉണ്ടല്ലോ ചേച്ചി. മോളെ